നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജൻ ചേട്ടാ, ബിജുക്കുട്ടൻ ചേട്ടാ. സ്വാഗതം, സുസ്വാഗതം. എന്തൊക്കെ വിശേഷം? സുഖം. നമ്മള് ഉഷാറായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ടീമുകൾ റെഡിയാണ്. സ്കിറ്റ് വെൽ പ്രിപ്പയർഡ് ആണ്. പുതിയ കോണ്ടന്റുകൾ, പുതിയ കൗണ്ടറുകൾ റെഡിയാണോ? അങ്ങനെയാണെ ഒരുമിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. പെരുമ്പാവൂരെ സ്നേഹാലയത്തിലെ അച്ഛനും അച്ഛന്റെ ബാക്കിയുള്ള കൂട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം. നമ്മെ ചിരിക്കാം. ആദ്യത്തെ ടീം വിളിക്കൂ. നമ്മുടെ സൂര്യശ്രീ ഉണ്ട്, അനീഷ് നാന്ദി ഉണ്ട്, അതേപോലെ ശ്രീജു ഉണ്ട്. 3 പേർക്ക് സ്വാഗതം. Good afternoon, passengers. This is the pre-boarding announcement for flight 372A to Kansas City. Regular boarding will begin in approximately 10 minutes time. Thank you. ഹലോ, ആ ചേച്ചി ഞങ്ങൾ ഇനി എത്തി. ചേട്ടനാണ്ട് ചേച്ചി വണ്ടി പാർക്ക് ചെയ്യാനായിട്ടേ അങ്ങോട്ട് പോയേക്കുന്നേ. ഒന്നും പറയണ്ട ചേട്ടി, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് വരെ, ഈ എയർപോർട്ട് എത്തുന്നത് വരെയും നീ ജർമ്മനി പോണോന്ന് പറഞ്ഞ ഒരേ വിഷമമായി ചേച്ചി. ജോലി ഒരു ഇറച്ചിവെട്ടാണെങ്കിലും ഒരു മാടപ്രാവിന്റെ ഹൃദയമാണ് എൻ്റെ ചേട്ടന്. എന്തോ ചെയ്യാനാ ചേച്ചി, ഞാൻ അന്നെങ്കിൽ പറഞ്ഞു ഞാൻ മടുത്തു. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ടാണ്ട് അപ്പുറത്ത് പാർക്കിങ്ങിന് പോയേക്കുവാണേ. വരുന്നുണ്ടെന്ന് തോന്നി ചേച്ചി, ഞാൻ നോക്കട്ടെ. കുറെ നേരം ആയി പോയിട്ട്. ചേട്ടൻ എന്താ ലേറ്റ് ആയേ? ഒന്നുമില്ല. അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് പോയി കരയുമായിരുന്നോ? ഞാൻ കാണിച്ചൊന്നുമില്ല. അതെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരു BSc നേഴ്സ് ആയിട്ട് നമുക്ക് ജർമ്മനിയിലേക്കൊക്കെ പോവാൻ പറ്റുമോന്ന് പറഞ്ഞത് ഭാഗ്യമല്ലയോ ചേട്ടാ? ഭാഗ്യമൊക്കെയാണ്. ഇപ്പൊ ഈ ജോലി ആവശ്യമാണോ? നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കുന്നില്ലേ? വേണമെങ്കിൽ എക്സ്ട്രാ ഒരു 2 പോത്തിനെ കൂടെ ഞാനൊക്കെ വെട്ടാം. ഇവിടെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണെങ്കിൽ ഏറ്റവും ആദ്യം കൊണ്ടുപോകുന്ന ആരെയാ? ചേട്ടനെ. അവിടെ ഇറച്ചിക്കറി ഇടാൻ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കൂടിയ ശമ്പളമുള്ള ജോലി ചെയ്യും. പിന്നില്ലേ, വീട്ടിൽ ചെന്നാലും ചേട്ടന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. എനിക്കതല്ല, ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടേ എന്റെ തല രാസനാദിപ്പൊടി ആരിട്ട് തരുമോ? കുളി കഴിഞ്ഞ് വന്നിട്ട് എന്റെ തലയിൽ രാസനാദിപ്പൊടി ആരിട്ട് തരുമെന്ന്. എന്റെ പൊന്നു മനുഷ്യ, 25 രൂപയുടെ രാസനാദിപ്പൊടിക്ക് 2 ലക്ഷം രൂപ ശമ്പളമുള്ള ഞാൻ എന്റെ ജോലി കളയേണ്ട കാര്യമുണ്ടോ? നോക്കിക്കേ, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാ എന്നും വീഡിയോ കോളി വിളിക്കും. അപ്പൊ നമ്മൾ തമ്മിലുള്ള അകലം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നില്ലേ, പിന്നെ കുട്ടു സിംഗ്, ഞാൻ കാര്യങ്ങൾ പറയട്ടെ. Good afternoon, passengers. This is the pre-boarding announcement for flight 372A to Kansas City. Okay. Regular boarding will begin. No. Yeah, 10:30. Absolutely right. Right. ചേട്ടാ, ആളെ കണ്ടോ? എനിക്ക് നല്ല പരിചയം. നമ്മുടെ അവിടെ കോഴിക്കച്ചവടം നടത്തുന്ന ബാപ്പുട്ടിയുടെ സതീശനല്ലേ അത്? നിനക്ക് തോന്നിയതായിരിക്കും. ഒരാളെ പോലെ 7 പേരില്ലേ? അല്ല, ഒരു മിനിറ്റ്. ഞാൻ ചോദിച്ചിട്ട് വരട്ടെ, എനിക്കൊരു സംശയമേ. No. എക്സ്ക്യൂസ് മീ. 1 second. Yes. കോഴിക്കച്ചവടം നടത്തുന്ന ബാപ്പുട്ടിയുടെ മോൻ സതീശൻ? No, it's your mistake. സോറി. Okay, no problem. Hello. ഇല്ലെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് ആളെ നല്ല പരിചയമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആള് വേറെ ആരെങ്കിലും ആയിരിക്കും. ഇവിടെ ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഒന്ന് ടെസ്റ്റ് അടിക്കട്ടെ. എടാ സതീശ, നീ കുട്ടിക്കാലം തൊട്ട് കീറിയ നിക്കറും ഇട്ടോണ്ട് നടക്കുന്ന പ്രായം തൊട്ട് എനിക്ക് നിന്നെ അറിയാം. നിനക്ക് എന്നെ മനസ്സിലായോ? എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. എടാ, ഞാൻ ക്ലാരാ. അതാരാ? എടാ, നിനക്ക് മനസ്സിലായില്ലേ? വിക്ടോറിയ കോളേജിൽ +2 നമ്മൾ ഒന്നിച്ച് പഠിച്ചതാ. ക്ലാര? എന്റെ ക്ലാര, എനിക്ക് ഇപ്പോഴല്ലേ ക്ലാരിറ്റി കിട്ടിയത്. നീ എന്താ സെക്യൂരിറ്റിയാ? നീ എന്തിനാ പഠിച്ചത്? ഞാൻ +2 കഴിഞ്ഞു. അതല്ല, നീ എന്തിനാ പഠിച്ചതെന്ന്. ഈ പൈലറ്റിന്റെയും സെക്യൂരിറ്റിയും കണ്ട നിനക്ക് തിരിച്ചറിഞ്ഞൂടാ ക്ലാരെ? നീ പൈലറ്റാ? യെസ്. അതൊക്കെ പോട്ട് നീ എന്താ ഇവിടെ? എടാ, ഞാൻ ഇന്ന് ജർമ്മനിക്ക് പോയി, ഇന്നത്തെ ഫ്ലൈറ്റിന്. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. എങ്ങനെ? നീ പോകുന്ന ഫ്ലൈറ്റിന്റെ പൈലറ്റാണ് ഞാൻ. ദൈവമേ, എന്തുവാ ഇത്? എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് എന്റെ ഹസ്ബൻഡ് ഇട്ടിച്ച്. Wow, poor man.
എന്തായും പറഞ്ഞേ? അയ്യോ നല്ല മനുഷ്യനെന്ന് പറഞ്ഞതാ. ഞാനേ പെട്ടെന്ന് പേടിച്ചു പോയി. എന്ത് ചെയ്യുന്നു? ഞാൻ ഇറച്ചി വെട്ടാ. കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? സാധാരണ ഇറച്ചി വെട്ടുകാരെന്ന് പറയുമ്പോഴേ വലിയ കൊമ്പം മീശയാണ്. ഈ ബുൾഗാൻ വരുന്നത് സാധാരണ നോക്ക് സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞന്മാര് അങ്ങനെയുള്ളവർക്കാണ്. ഇതൊന്നും മാറ്റി പിടിച്ചില്ലേ, അതിനാണ് ഈ കൺഗ്രാറ്റ്സ്. അതെ. വരെ ജസ്റ്റ് മിനിറ്റ്, ഒരു മിനിറ്റ് ചേട്ടാ. ഒരു മിനിറ്റ്. എന്നടാ? എനിക്ക് നിന്നെ പണ്ട് തൊട്ടേ അറിയാം. നിന്റെ ഒരു അപ്പിയറൻസും എല്ലാം വച്ചിട്ട് നിന്റെ ടേസ്റ്റിന് പറ്റിയ ഒരാളല്ല. പറയട്ടെ, ഇത് എങ്ങനെ കണക്ട് ആയത്? കഥ ഒന്ന് കേൾക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ചോദിക്കാം. എടാ അത് അങ്ങനല്ലടാ. എടാ ഞാൻ പറയാം. അത് എനിക്ക് ഈ ബീഫ് എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം ഈ ബീഫ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലാണ് എല്ലാ ഞായറാഴ്ചയും ബീഫ് വാങ്ങിക്കും. അപ്പൊ ഈ ബീഫിന്റെ കൂടെ ഇച്ചിരി കരളും കൂടെ ഞാൻ എന്നും ആദ്യത്തെ വാങ്ങിക്കുവേ. അപ്പൊ ഞാൻ ഇവരുടെ കടയിൽ ചെന്നിട്ട് എല്ലാ ഞായറാഴ്ച ബീഫ് വാങ്ങിക്കുമ്പോ ചേട്ടനോട് പറയും, ചേട്ടാ അതിന്റെ കൂടെ ഒരു ഇച്ചിരി കരൾ ഇട്ട് തരുമോ? പുള്ളിയാണ് ചോദിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇട്ട് തരും. അങ്ങനെ 2-3 ഞായറാഴ്ച ഞാൻ കരൾ ചോദിച്ചു, പുള്ളി ഇട്ട് തന്ന് ഒരു ദിവസം ചോദിച്ചപ്പോ പുള്ളിയുടെ കൈ കരളില്ല. അപ്പൊ എനിക്കാണെങ്കിൽ ആ സങ്കടം കേട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞങ്ങോട്ട് നടന്നപ്പം പുള്ളി ഒരൊറ്റ ചോദ്യം, എന്തോന്ന്? എന്റെ കരള് തരട്ടെ കരളേന്ന്. അതോടുകൂടി ഞാൻ നിന്നടുത്ത് മുരുകി പോയടാ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ തീരുമാനിച്ച് ബീഫ് സ്റ്റാളും സെറ്റോടെ ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പൊ പുള്ളിയെ കെട്ടി ഡെയിലി ബീഫും കഴിക്കാം, ഞങ്ങൾ കരള് പങ്കിടുകയും ചെയ്യും. പക്ഷെ എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് ബീഫ് കഴിച്ചാൽ ചൊറിച്ചില്ല. ഇതൊക്കെ കാണുമ്പോ എനിക്കും ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇത് നാരങ്ങയൊക്കെ ആയിട്ട്. ഇതേ ക്ലാരയ്ക്ക് എത്ര യാത്ര ചെയ്താലും ക്ലാര ഷർട്ടിലാണ്. ഷർട്ടില്? അപ്പൊ ഒരു കാര്യം ചെയ്യാം, അവൾ എന്ത് ചെയ്തത് മേടിക്കുന്നില്ല. സാറൊന്ന് കൊടുത്തേക്കണമെന്ന് മണപ്പിക്കാൻ പറയണ ഇടയ്ക്കിടയ്ക്ക്. ക്ലാര ജർമ്മനിക്കാണ് പോണ, അല്ല ക്ലാരയുടെ അപ്പച്ചീരെ മോളെ വൈറ്റ് പൊങ്കാലയ്ക്ക് പോണതല്ല. എടാ നീ ആ നാരങ്ങ പുള്ളിക്ക് വിഷമമുണ്ട്, ഞാനിത് വെച്ചോളാം. അതെ, നീ എന്റെ ചേട്ടന് കമ്പനി കൊടുക്കണം. ദേ ഇട്ടിട്ടൊന്നും പോവരുത്. ഒന്നാമത് ഞാൻ പോകുന്നതിന്റെ നല്ല വിഷമത്തിൽ നിൽക്കുക പുള്ളി. ഇതേ നോക്കിയേ, ഞാൻ പോയി ലഗേജ് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ വരാം. നീ പൊക്കോ ചേട്ടാ, ഞാൻ ഇപ്പൊ വരാം. ലഗേജ് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഓടി വരാവേ. ഹലോ, എന്തുവായി കിടന്ന് നോക്കുന്നത്? അല്ല ഞാൻ ആലോചിക്കുവായിരുന്നേ, അല്ല ഈ കോടിക്കണക്കിന് രൂപ മുടക്കി ഈ ഫ്ലൈറ്റ് ഒക്കെ മേടിച്ചിട്ട് ഇതൊക്കെ എങ്ങോട്ടാ പോന്നേന്നൊരു ബോർഡ് പോലും വെച്ചിട്ടില്ല. അല്ല ഇതൊക്കെ എപ്പ വന്ന് പൊക്കുന്നു, എപ്പ പറപ്പിക്കുന്നു, ഇതൊക്കെ ആര് കണ്ട്? താരേ ഈ ജോലി അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? ഇല്ല, ഞാൻ പൈലറ്റാണ്, എനിക്കതാണ് ജോലി. ദിവസം എത്ര എണ്ണം പറപ്പിക്കും? ദിവസം എത്ര എണ്ണം പറപ്പിക്കും? ഡെയിലി 8 എണ്ണം വെച്ച് പറപ്പിക്കും. ഇത് പട്ടമല്ല, വിമാനമാണ്. അല്ല സാറ് കല്യാണമൊക്കെ കഴിച്ചല്ലേ? കല്യാണം കഴിച്ചു. ഭാര്യയൊക്കെ? ഭാര്യ ഇല്ല, ഞാൻ ഡിവോഴ്സ് ആണ്. അയ്യോ, അതിനെ പറ്റി സാറേ? അതൊരു ഭയങ്കര കഥയാ. എന്ത് പറ്റി സാറേ? ഞാനിതുപോലെ ഭാര്യയ്ക്ക് ഭയങ്കര ആഗ്രഹം ലണ്ടനിൽ പോയി ജോലി ചെയ്യണം. ഞാനിതുപോലെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് അവളെ യാത്രയാക്കി വിട്ടു. അവൾ അവിടെ ചെന്നൊരു സായിപ്പോട്ട് അങ്ങ് സെറ്റായി. എന്ത് ചെയ്യാൻ, പെണ്ണുങ്ങളല്ലേ, അവിടെ ചെന്ന് നമ്മളെ കാട്ടിയും കാണാൻ കൊള്ളാന്നുള്ള തണ്ടൻ തടിയുള്ളവന്മാരെ കണ്ടപ്പം അവളൊക്കെ അങ്ങ് മലക്കം മറിഞ്ഞു പോയി. അത് പിന്നെ ഞാൻ സഹിക്കും. നമുക്കൊരു കുഞ്ഞുണ്ട്. ഈ നിമിഷം വരെ ആയിട്ടും ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് അറിയാനെങ്കിലും അവളൊന്ന് വിളിക്കുകയോ ഒരു വീഡിയോ കോൾ ചെയ്തിട്ടില്ല. ഇവളൊക്കെ ഇത്രയേ ഉള്ളൂ, പോയാ പോയി, എല്ലാവന്മാരെയും ഗതി. എന്തിനാണ് കയറിയുന്നത്? അല്ല സാറിന്റെ ഭാര്യ ഇംഗ്ലണ്ടിൽ ഏതോ ഒരു സാഹിബിന്റെ കൂടെ പോയല്ലേ? അതിന് ഞാനാണ് കരയേണ്ടത്, നിങ്ങളല്ല. കരയാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ, താങ്ക്സ്. അതല്ല, എന്റെ ഭാര്യ ജർമ്മനിക്ക് പോവാ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറഞ്ഞത് എല്ലാ സ്ത്രീകളെയും പറ്റിയല്ല. നമ്മുടെ എത്രയോ സഹോദരിമാര് വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്നുണ്ട്, അവരന്തസ്സായിട്ട് പൈസ അയക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. ഇത് എന്റെ ഭാര്യയോ അതുപോലുള്ള 1-2 പെണ്ണുങ്ങളെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ക്ലാര, പണ്ട് തൊട്ടേ എനിക്കറിയാം, അവളെ പോലെ ഒരു അടിപൊളി കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളെ ഭാഗ്യമാണ്. നിങ്ങൾ റിലാക്സ് ആവ്, കരയരുത്, കൂളാവ്. ഉദാഹരണത്തിന് അവളെ ടേസ്റ്റിന് പറ്റിയ ഒരാളല്ല നിങ്ങൾ, എന്നിട്ടും അവള് നിങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നില്ലേ? കൂളാവ്. ഇപ്പൊ എന്തിനാ കരഞ്ഞത്? അല്ല സാറിന്റെ ഭാര്യ സാഹിബിന്റെ കൂടെ പോയില്ലേ? അത് പോയി കഴിഞ്ഞല്ലോ. അതുപോലെ എന്റെ ക്ലാര ജർമ്മനി ചെന്ന ഏതെങ്കിലും ജർമ്മനിന്റെ കൂടെ പോവാ. ക്ലാര അങ്ങനത്തെ ഒരു കൊച്ചല്ല. ക്ലാര അങ്ങനെ കാണരുത്. നിങ്ങൾ കൂളാവ്. ക്ലാര നല്ല കൊച്ചാ,
പണ്ട് തൊട്ടേ എനിക്കറിയാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതെന്നറിയാമോ? എയർപോർട്ടിൽ ഒരു ദിവസം എന്തോരം കാഴ്ചകളാണ് കാണുന്നത്. ഇന്നാൾ ഒരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവിടെ വന്നു. ഭാര്യ ലഗേജ് ചെക്കാനെന്ന് പറഞ്ഞാൽ ഇപ്പൊ പോയതുപോലെ അങ്ങോട്ട് പോയി. പിന്നെ അറിയുന്നത് കാമുകനുമായിട്ട് അവൾ ദുബായി താമസിക്കുന്നെന്ന്. ക്ലാര അങ്ങനെ അല്ല. ക്ലാര അങ്ങനത്തെ ഒരു കൊച്ചല്ല. ഞാൻ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ റിലാക്സ് ചെയ്യാൻ നോക്കുമ്പോ നിങ്ങൾ കരഞ്ഞ് അതീ പിടിച്ച് കയറി പോവേണ്ട. നിങ്ങൾ ആദ്യം റിലാക്സ് ആവും. റിലാക്സ് കൂൾ കൂൾ. ക്ലാര വരുമ്പോ ഇതൊന്നും പറയരുത്. അവളെ സ്വഭാവം എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. അവക്ക് 2 മുഖമുണ്ട്. ഇനി ഞാൻ അത് പണഞ്ഞിട്ട് വേണം അതീ പിടിച്ച് കയറിയിരുന്ന് കരയാൻ. അത് വേണ്ട, അത് വേണ്ട. കൂളാവും കൂളാവും. ഒന്നും പറയല്ലേ. എന്നാ ഏട്ടാ ചേട്ടൻ കരഞ്ഞോ? കരഞ്ഞു മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നേ? അതെ, ഞാൻ ക്ലാരയ്ക്ക് ഒരു ചേർച്ചയില്ല എന്ന് പറഞ്ഞു. ആര്? ഈ നിൽക്കുന്ന സാറ്. എടാ സതീശ, നീ എന്തൊക്കെയാണ് എന്റെ ചേട്ടനോട് പറഞ്ഞു കൊടുത്തേ? എടാ നീ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നീ നാരദനായിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തുവാ നീ എന്റെ ചേട്ടനോട് പറഞ്ഞു കൊടുത്തേ? നീ വായി തോന്നുന്ന പറയരുത്. ഞാൻ എന്റെ ഭാര്യയെ പറ്റിയുള്ള കഥ പറഞ്ഞതിന് ഇരുന്ന് പോകാൻ നിന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞാടി. നിന്റെ ഭാര്യയുടെ കഥയൊക്കെ നീ എന്തിനാ എന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തേ? വെറുതെ പോയെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നിന്റെ ഭർത്താവിനെ പരിചയപ്പെടുത്താൻ നീ അല്ലടി. പരിചയപ്പെട്ടിട്ട് പോണം, അല്ലാതെ അനാവശ്യം വിളിച്ച് പറയുമല്ല. ഞാൻ എന്തോ അനാവശ്യം വിളിച്ച് പറഞ്ഞാ നീ പറയുന്നത്? നീ പണ്ടേ നിന്റെ സ്വഭാവം നാരദന. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ ബിജുവായിട്ട് ഇഷ്ടത്തിലാണെന്നും ഞങ്ങൾ നോക്ക്, ഞാൻ ഗുരുവായൂർ എന്ന് കല്യാണം കഴിച്ചെന്നു ആ സ്കൂൾ മൊത്തം പറഞ്ഞ നീ അല്ലടാ. നീ ബിജു നമ്മൾ ഇഷ്ടത്തിലല്ലായിരുന്നോ? എടാ ഇഷ്ടത്തിലല്ലേ ഉള്ളായിരുന്നു, കല്യാണം കഴിച്ചില്ലല്ലോ. മനുഷ്യ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ മൊത്തം ഉത്തരവാദി നീയാ. കല്യാണം കഴിച്ച ആദ്യ രാത്രി ഞാൻ നിന്നോട് ചോദിച്ചോ നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടോ ഞാൻ ചോദിച്ചില്ലേ? അപ്പൊ നീ എന്നോട് ഒന്നും പറഞ്ഞില്ല. നീ എന്നോടെല്ലാം മറച്ചു വെക്കുമായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ, അതൊക്കെ കൊച്ചിലെ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളാ. അതൊക്കെ ആരെങ്കിലും ഓർത്തു വെക്കുവോ? മര്യാദക്ക് ചെന്ന് നീ ക്ലിയർ ആക്കിക്കോ. നീയായിട്ട് മനസ്സിലാക്കിയ കാര്യം നീയായിട്ട് ക്ലിയർ ആക്കിക്കോ. ചെല്ലു. ഞാൻ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ? ക്ലിയർ ആക്ക്. ഞാൻ ക്ലിയർ ആക്കാം. ക്ലിയർ. ഓ, ഒരു പൈലറ്റിന്റെ അവസ്ഥ. ഈ സിപ്പപ്പ് വലിയൊന്ന് നിർത്ത്. കുറെ നേരമായി ചേട്ടാ. ഈ ബിജുവും ഈ നിൽക്കുന്ന ക്ലാരയും തമ്മിൽ പണ്ട് സ്കൂളിൽ വെച്ച് കൊച്ചിലെ നമ്മൾ പ്രേമിക്കൂലേ, ആ പ്രേമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ വെറുതെ ടെൻഷൻ അടിച്ച് കൂളാവ് കൂൾ. ഇപ്പൊ ഈ ബിജു ഭാര്യയും മക്കളുമായിട്ട് അങ്ങ് ജർമ്മനിയിൽ സെറ്റിൽ. എന്റെ ചോറ്റാനിക്കര അമ്മയാണ് സത്യം. അവയാൾ ജർമ്മനിയിലാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ ജർമ്മനി എന്തിനാണോ ഇപ്പൊ എടുത്തിട്ടു നീ? നിന്നെ വിശ്വാസമാണോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നെ വിട്ട് എങ്ങും പോകത്തില്ല. ഞാൻ പോകത്തില്ല. ഒരു മിനിറ്റ്, നീ ജർമ്മനിയിൽ എവിടാ? ഞാൻ കൊളോണില്. അതല്ലേ വിഷയം. ഈ ബിജു എവിടെന്നറിയാമോ? ഇല്ല. ബെർലിൻ. ഇവർ തമ്മിൽ ഏകദേശം 32 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. പക്ഷെ എപ്പോഴും ഫ്ലൈറ്റ് ഉണ്ട്, 10 മിനിറ്റ് അവിടെ എത്താം. സമാധാനപ്പെടും. ഇങ്ങോട്ട് നോക്കും. നിങ്ങളല്ലേ നിങ്ങൾക്ക് എന്നെ വിശ്വാസമാന്നേ? ആന്നല്ലോ. സമാധാനപ്പെടും. ഒരു തെറ്റും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. സമാധാനം. അതെ, പോട്ടെ. എല്ലാം പോട്ടെ. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ടോയ്ലറ്റ് വരുന്നു. പോയിട്ട് എന്റെ പൊന്നു പോയിട്ട്. അല്ല, എനിക്കറിയില്ല ഇവിടെ ബാത്റൂം എവിടാന്ന് അറിയത്. അതെ, അല്ല ക്ലാര എന്നോട് ഒന്ന് വാ. ഞാൻ എങ്ങനെ വരുന്ന അവിടെ ആണുങ്ങളുടെ മാത്രം ഉള്ളതാ? അല്ല, സാറിനോടൊന്ന് വരാൻ. അയ്യോ, ഇവനെയൊക്കെ വിളിച്ചോണ്ടോ ഇനി എന്തൊക്കെ കഥകളാ പറയുന്നതെന്ന് ആർക്കറിയാം? അല്ല സാറേ, ഒന്ന് വാ സാറേ, ഒന്ന് പറ. കുഴപ്പമില്ല, പോട്ടെ. എയർപോർട്ടിനകത്തുള്ള ബാത്റൂമാണ്. അവസാനം അവിടെ ചെന്ന് കാര്യം കഴിഞ്ഞിട്ട് വെള്ളം കെട്ട എത്തിരുന്ന് വേർക്കും. എടാ സതീഷ, ഒന്ന് ചെല്ലോ. പോമോ? അപ്പോ വഴി അറിയത്തോണ്ടോ? എന്റെ പൊന്ന് തമ്പുരാനെ, ഇതിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നാട്ടിലുള്ള ഒരാണുങ്ങളെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കരുത്. അവന്മാരെന്തൊക്കെ വിളിച്ചു പറയുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്റെ കുടുംബം ഇപ്പൊ കലങ്ങിയേനെ. എന്നെ ചേച്ചി? ഇല്ല, ഫ്ലൈറ്റിന്റെ ടൈം ആയി വരുന്നതേ ഉള്ളൂ. ഞാൻ വിളിക്കാം ചേച്ചി. ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഞാൻ ചേച്ചിയെ വിളിക്കാവേ.
സതീഷേട്ടൻ എന്തിയേ? സതീശോ അവനുണ്ടെങ്കിലല്ലേ ഈ ഫ്ലൈറ്റ് പോകത്തുള്ളൂ. ഞാൻ അവന്റെ തല കടിച്ച് ബോധമില്ലാതെ ബാത്റൂമിനകത്ത് കയറ്റി ഞാൻ കുറ്റിയിട്ട് വെച്ചിരിക്കും. എന്തോത്തിന്? എടി ക്ലാര, എനിക്ക് നിന്നോട് വരണോടി. എനിക്ക് അറിയാവുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ ഫ്ലൈറ്റ് ഓടിച്ച് ഞാൻ നിന്റെ കൂടെ ജർമ്മനിക്ക് വരുവാ. എന്റെ ദൈവമേ, നല്ല കിടിലൻ സ്കിറ്റ്, ഒരു നല്ല കൈയടി. ഒരു മനുഷ്യൻ കരയുന്നതുകൊണ്ട് ഇത്രയും നന്നായിട്ട് ഞങ്ങള് ഈ അടുത്തൊന്നും ചിരിച്ചിട്ടില്ല. നസീർക്ക, ഞാൻ ആദ്യം അനീഷിലേക്കാണ് വരുന്നത്. അനീഷിന് ഒരു ഗംഭീര തിരിച്ചൊരു പാട്ടാവും. കാര്യം കുറേ നമ്മുടെ ഈ എപ്പിസോഡിന് മുമ്പുള്ള കുറേ എപ്പിസോഡിൽ ഭയങ്കര ഫ്ലോപ്പായിട്ട് ഭയങ്കര മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ആയിരുന്നു. ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും മറവിയും പേടിയും ടെൻഷനും തെറ്റീരും ഒക്കെ ആയിരുന്നു. ഇതിൻ്റെ അകത്തൊരു നെല്ലിട പോലും തെറ്റിച്ചിട്ടുമില്ല, ടെൻഷനും ഇല്ല, ഒന്നുമില്ല. ഗംഭീരമായിട്ടുണ്ട് അനീഷ്. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ലാത്തൊരു സ്ക്രിപ്റ്റായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്, നല്ല പുതുമയുള്ള കൗണ്ടറുകളൊക്കെ ഭയങ്കര രസം. നിങ്ങളുടെ ചേഞ്ചുകൾ ഇതിൻ്റെ അകത്ത് ബഹളങ്ങളോ ഓളങ്ങളോ ഒന്നുമില്ല. സൈലൻ്റ് ആയിട്ട് പൈലറ്റ് ഇപ്പറേ മാറി നിന്നുകൊണ്ട് ചില നോട്ടങ്ങളുണ്ട്. അവൻ്റെ കുറേ ദയനീയ അവസ്ഥയുണ്ട്, അനീഷിൻ്റെ കുറേ ദയനീയ അവസ്ഥയുണ്ട്. അതിനൊപ്പിച്ചൊരു ഭാര്യയും നല്ല ഡീസൻ്റായൊരു ഭാര്യ ജർമ്മനിക്ക് പോകുന്ന കേട്ടോ. മിടുക്കി ഭാര്യ. സൂര്യശ്രീ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. 3 പേരും അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ് 3 പേർക്കും. അടിപൊളി. താങ്ക് യു ബിജുക്കട്ട ചേട്ടാ. നല്ല കിളിക്കട്ടൻ സ്കിറ്റ്. നല്ല വാക്ക് കിലിക്കട്ടൻ. എന്ന് വെച്ചാൽ അത് പിള്ളേര് കളിക്കുന്ന ആദ്യമായിട്ട് കിട്ടുന്ന ടോയാണല്ലോ കിളിക്കട്ടം. അത് ഒരു സർപ്രൈസ് ആയിരിക്കും. കിളിക്കട്ടം. അനീഷ് ഈ പറഞ്ഞ പോലെ നന്നായിട്ടുണ്ട് കേട്ടോ. അനീഷിന്റെ ചില മാനരസങ്ങൾ ഭയങ്കര, സംസാരം അല്ലാതെ കൗണ്ടറുകൾ അടിക്കാതെ അല്ലാതെ വെറുതെ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്ന കൈ അഴിച്ചിട്ടാക്കിയാണ് ഇങ്ങനെ. കൈ ഷർട്ട് ഉണ്ടല്ല, ഫുൾ സ്ലീവ് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഇട്ടാക്കിയാണ്. അത് ഒരു മാനരസം അത് പിടിക്കുന്നുണ്ട്. ഈ ഏന്തല് കണ്ടാ നമ്മ ചിരിച്ച് അതുപോലെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ആദ്യം തുടങ്ങി അവസാനം വരെയും ആ ക്യാരക്ടർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. 3 പേരും ഗ്രാൻഡ് ആയിരുന്നിട്ടാ. ഇതുപോലത്തെ ഒരു പൈലറ്റിനെ ഞാൻ എന്റെ ജന്മത്തിൽ കണ്ടിട്ടില്ലട്ടാ. ഇത് ആക്ച്വലി മൈൻഡ് ചെയ്തില്ല. അതെ അത് ഗംഭീരമായിരുന്നു കേട്ടോ. കാരണം ഞാനല്ല നിങ്ങൾക്ക് ആള് തെറ്റി പോയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ജർക്കിങ് ഒക്കെ അതിനകത്തങ്ങ് തുടങ്ങിയിട്ട് പിന്നെ പൈലറ്റിന്റെ ഒരു കളിയായിരുന്നു. ഞങ്ങള് പൈലറ്റ് തെറ്റിക്കണം, ആദ്യം കൂളാക്കി കഴിഞ്ഞിട്ട് ഇയാളെ വീണ്ടും എറിക്കയറ്റും. അതൊക്കെ വളരെ മനോഹരം. ആ ചേഞ്ചിങ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, കോമഡി. അതുപോലെ സൂര്യശ്രീ നന്നായിട്ട് അഭിനയിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു പെണ്ണല്ലെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇയാൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞു കൊടുക്കും. ഇയാളെ നേരത്തെ അറിയാം, കോളേജിൽ പഠിച്ചാണ്. പിന്നെ അത് തന്നെയല്ല, അവിടെ ഒരു എന്താണ് ഇയാളോട് സ്നേഹമായിട്ട് പെരുമാറിയപ്പോൾ നമ്മൾ കരുതി ഒരു ഉടായ്പ വൈഫാണെന്ന് കരുതി. പക്ഷേ അതൊന്നുമല്ല, സത്യസന്ധമായിട്ടുള്ളൊരു വൈഫ്. നല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ വിചാരിച്ചാണ് ഈ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ നേരെ ഫ്ലൈറ്റ് ഓടിക്കാന്നാണ്. എങ്ങനെയും അതാണ് ഉദ്ദേശിച്ചത്. ഇതിന്റെ ലൈസൻസും പഠിത്തം കാര്യങ്ങളൊന്നും വേണ്ടെന്നാണോ വിചാരിച്ചത്? എനിക്ക് ഡ്രൈവിംഗ് അറിയാം, വെച്ച് പഠിച്ച് ആദ്യം തുടങ്ങി അവസാനം വരെ അടിപൊളിയായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാല് ഒന്നേന്ന് തുടങ്ങിയിട്ട് പടപടാന്ന് ക്ലൈമാക്സ് വന്നപ്പോ അങ്ങോട്ട് പൊളിച്ച് സാധനം. അതാണ് ഞാൻ പറഞ്ഞ കിളിക്കട്ടൻ. അപ്പൊ കിലിക്കട്ടൻ ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. അനീഷ്, എന്തോ ശ്രീജു, സൂര്യശ്രീ, ഉഗ്രൻ സ്കിറ്റ്. ഉഗ്രൻ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരത്തിലുള്ള സ്കിറ്റുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഒന്നൊരു മിമിക്രി, നമ്മളൊരു സ്കിറ്റിൻ്റെ വേർഷനിൽ കാണുന്നൊരു സ്കിറ്റുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് സ്കിറ്റാണ്. കോമഡി സ്കിറ്റിൻ്റെ രീതിയിലല്ല. 3 പേരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. പുറത്തേക്ക് പോകുന്ന ഭർത്താക്കന്മാർ പോകുമ്പോൾ ഭാര്യമാരും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള കരച്ചിൽ, അതുപോലെ ഭാര്യമാരെ വിടുമ്പം ഭർത്താവിൻ്റെ ഒരു ഇമോഷനും കാര്യങ്ങളും, അത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്തു. അങ്ങോട്ടാണ് ശ്രീജു വന്ന് കയറുന്നത്. ശ്രീജു ഉഗ്രനാണ്. കാര്യം ആ ഫസ്റ്റിലത്തെ ആ സാധനങ്ങളെല്ലാം പിടിച്ചു കറക്റ്റാക്കി ആ ബാബായിൽ കംപ്ലീറ്റ് പോയിട്ട് നമ്മൾ ആരാണോ അത് പിടിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ സൂര്യശ്രീ ഉഗ്രനായിരുന്നു. സൂര്യശ്രീ എല്ലാ സ്കിറ്റിലും 6 കൂടെ വന്നാലും പൊളിച്ചെടുക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് സൂര്യശ്രീ. ഇന്നും അത് ഗംഭീരമായിട്ട് ചെയ്തു. വളരെ ലൈഫായിരുന്നു. അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര കംബാക്കാണ് ഈ സ്ക്രിപ്റ്റ്. അനീഷിന് കൃത്യമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അനീഷ് പറഞ്ഞോ ശ്രീജു? ഞങ്ങള് ഇത് ശശാങ്ക ചേട്ടനാണ് ഇന്നും. ഇവൻ ഇത് തന്നെയാണോ പണി? നല്ല കൊടുക്കല്ലെന്ന് എത്ര പറഞ്ഞാലും ഇവൻ കേൾക്കുന്നില്ല. അറിയാ സംഭവിക്കുന്ന അല്ല, സ്ക്രിപ്റ്റ് ആരാ ഇതിന്റെ സ്ക്രിപ്റ്റ് കണ്ടന്റ് അടക്കം ഞങ്ങൾ ഇവിടെ നിർത്തി തന്നത് ശശാങ്ക ചേട്ടൻ.
ശശാങ്ക ചേട്ടൻ ഒരു നല്ല കൈഡി. ശശു കലക്കി അടിപൊളി. അപ്പൊ അതുകൊണ്ട് ഗംഭീരമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇവർക്ക് രണ്ടർക്ക് ഇഷ്ടമായി. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമാവും. അനീഷയും ഇതുപോലുള്ള ഗംഭീര ക്യാരക്ടേഴ്സും ഗംഭീര സ്കിറ്റുകളുമായിട്ട് പറഞ്ഞു കേട്ടോ. ശ്രീജു മോനെ തകർപ്പനായിരുന്നു, നീ അടിപൊളിയായിരുന്നു. സൂര്യശ്രീ ശ്രീനുവിന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ശ്രീനു ഇവിടെ ശ്രീജു ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്തല്ലേ ആദ്യം ഇവിടെ വന്നത്. ശ്രീജുവിന്റെ ഒരു ചേഞ്ച് ഭയങ്കരമാണ് കേട്ടോ. ഈ വേദി ഒരു കാര്യം ഉറപ്പിച്ച് പറയാ, ഈ വേദി ശ്രീജുവിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നിങ്ങൾ വേറെ ഒരു ലെവലിലേക്ക് എത്തും. 100% ഉറപ്പാവും. പിന്നെ പൈലറ്റിന്റെ ബാഡ്ജ് പോയപ്പോ പറഞ്ഞില്ല, അന്നേരം കൈനിട്ടല്ലേ അത്. ഞാൻ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ, ഞാൻ ക്ലിയർ ആക്കാം. ഓ, ഒരു പൈലറ്റിന്റെ അവസ്ഥ. അല്ല, ശരിക്കും ഒരു സെൻട്രലൈസ് കളിച്ചത് ശ്രീജുവാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത് മാറണ്ടല്ലേ, അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്ത ആള് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മെയിൻ ആർട്ടിസ്റ്റായി. കാരണം നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നു നിങ്ങളുടെ തമാശ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോ കിലിക്കട്ടനായിട്ട് നമുക്ക് ഞാൻ കിലിക്കട്ടൻ കൊടുത്താണല്ലോ 8,000 രൂപ. 8,000 രൂപ. ഷാജു ചേട്ടാ, ഞാൻ ഇവർക്കൊരു 10,000 രൂപ കൊടുക്കുന്നു. 18,000 രൂപ. നല്ല സാധനമാണ്. പാവം ഇറച്ചി വെട്ടുകാരനാണ്. എന്റെ കാശ് മൊത്തം ഇനി ഉള്ളത് പുള്ളിക്കാവും. അത് ഞാൻ അറിഞ്ഞങ്ങ് കൊടുക്കുക. പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ പാവം പിടിച്ച ആളുടെ കൂടെ ഈ നാട്ടിൽ തന്നെ നിൽക്കും കേട്ടോ. ഈ എമൗണ്ട് പറ്റുവാണെങ്കിൽ ഇതുകൊണ്ടൊക്കെ ഇവിടെ തന്നെ അങ്ങ് നിൽക്കും. ഇതായിട്ടേക്കാം, സന്തോഷമായിട്ട് തരിക. ടോട്ടൽ എമൗണ്ട് അടുത്ത സിൽവർ പഞ്ച് ശ്രീജുവിന്റെ ആദ്യത്തെ സിൽവർ പഞ്ചാണ്. സാഷ്ടാംഗം നിലത്ത് വീഴുന്ന കണ്ടാ അറിയാം. ശ്രീജു, വെൽക്കം ടു ദ ക്ലബ്. ശ്രീജു, ശ്രീജു എന്താണ് പറയാനുള്ളത്? സിൽവർ പഞ്ച് അടിച്ച് നിൽക്കണം. നമുക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമുകളൊക്കെ ഒന്നുകൂടെ സിൽവർ പഞ്ചൊക്കെ അടിച്ച് പോകുന്നുണ്ട്. പക്ഷേ ശ്രീജു, അതുപോലെ തന്നെ അനീഷ്, സൂര്യശ്രീ, നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താണ് സിൽവർ പഞ്ച് അടിച്ചത്. അപ്പോൾ ഈ സിൽവറിന് ഒരു ഗോൾഡിന്റെ അല്ല ഒരു വലിയ ഒരു വിലയുണ്ട് ഇതിനുണ്ട്. എന്താണ് മോനെ പറയാനുള്ളത്? ചേട്ടാ, എനിക്ക് പറയണമെന്ന് അറിഞ്ഞൂടാ. ഞങ്ങള് ഇവിടെ കയറുന്നതുവരെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് കിട്ടിയ സിൽവർ പഞ്ചാണ്. അതിലൊരുപാട് സന്തോഷം ഓൾ ക്രൂ മെമ്പേഴ്സിനോട് എല്ലാവരോടും, പ്രത്യേകിച്ച് അണ്ണ ശശാങ്ക് അണ്ണ ഉള്ളതുകൊണ്ട്. അനീഷേട്ടന്റെ ആദ്യത്തെ സിൽവർ ആദ്യം ഒരു സിൽവർ പഞ്ച് അടിച്ചായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ഇത് രണ്ടാമത്തെ. അടിപൊളി. പിന്നെ എനിക്ക് ഈ റിഹേഴ്സലിന്റെ ഒരു ഇച്ചിരി ടൈം എനിക്ക് കിട്ടണം. അല്ല, എനിക്ക് വേണം. എന്നാലേ ഉള്ളൂ മൊത്തം സംഭവം മനസ്സിൽ കയറുള്ളൂ അല്ലേ? ആണല്ലേ? ഇത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ 2-3 പ്രാവശ്യം താന്നു പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പറയുമല്ലോ മോശമാണ്, അല്ലെങ്കിൽ സ്കിറ്റ് കൗണ്ടർ ഇല്ല എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അതിന് ബദലായിട്ട് ഇങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കണം. നമ്മൾ അവിടെ നിന്ന് ഇളക്കണം. അതിനകത്ത് നിങ്ങൾ വിജയിച്ച് കേട്ടാ എന്തായാലും. അങ്ങനെ സൂര്യശ്രീയുടെ എത്രാമത്തെ സിൽവർ പഞ്ചാണിത്? ഏത് ടീമിൽ പോയാലും അവിടെ ആ ടീമിന് ഒരു സിൽവർ പഞ്ച് കൊടുത്ത് ശീലമായി പോയിരിക്കണോ? അല്ല, ഈ ഇൻകം ടാക്സ് കുറച്ചധികം സിൽവർ പഞ്ചായി. സൂര്യശ്രീ പറയൂ. ഒരുപാട് സന്തോഷം ചേട്ടാ. കാരണം എന്റെ ഇമ്പ്രൂവ്മെന്റ്സ് മൊത്തം ഈ ഫ്ലോറിലാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ്. എന്റെ ഗ്രൂമേഴ്സ് എനിക്ക് സപ്പോർട്ടാണ്. ഡയറക്ടർ സാറിന് ഒരുപാട് നന്ദി. താങ്ക്സ് ടു ഗോഡ്. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ ജഡ്ജസ് തീർച്ചയായിട്ടും ചേട്ടാ കാണാൻ വിളിക്കുവാണ്. അപ്പൊ എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ, ഇവിടെ ആര് നല്ലത് ചെയ്താലും മോശമായിട്ടോ അല്ലെങ്കിൽ ചിരിക്കാനില്ലാതെ ചെയ്താൽ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞേ പറ്റൂ. അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്, ഞങ്ങളത് പറയും. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതൊരു വാശിയായിട്ടെടുത്ത് വീണ്ടും നല്ല ശക്തിയോടുകൂടി ഇതേപോലെ തിരിച്ചു വരുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരുപാട് സിൽവർ റിംഗ് ആയിരിക്കും കേട്ടോ. അതെ, സൂര്യശ്രീയെ പോലെ ശ്രീജു ഇതൊരു ശീലമാക്കിക്കോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഇവർക്ക് നല്ലൊരു കൈഡി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഒരു ഉഗ്രൻ ടീം. അടിപൊളി. ആ ടീമിന്റെ കൂടെ കുറെ നാൾക്ക് മുമ്പ് നമ്മുടെ ഫ്ലോറിൽ വന്ന് പൊളിച്ചടുക്കി പോയ ഒരാൾ കുറെ നാൾക്ക് ശേഷം തിരിച്ചു വരുന്നു. ആണോ? വരുന്നത് പോൾസ ചേട്ടൻ, ബാസി ചേട്ടൻ, കൂടെ സൂര്യ. അടിപൊളി. ഇത് ഐറ്റം വേറെ.
ഹലോ, ഇവിടെ എന്നൊക്കെ ഉണ്ട്? കുഴിമന്തി ഉണ്ട്, അൽഫാമുണ്ട്, പൊറോട്ട ഉണ്ട്. റേഷൻ കട അരിയും ഗോതമ്പൊക്കെയല്ലുള്ളൂ. അപ്പൊ നിനക്കത് അറിയാം, എന്നിട്ട് നീ എന്നെ അളക്കാൻ വേണ്ടി വന്ന് ചോദിച്ചാണ് ഇവിടെ എന്നാക്കുള്ളത്. സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറാൻ വേണ്ടി ചോദിച്ചു. പിന്നെ സ്റ്റാർട്ടിംഗ് ടേബിൾ മാറാൻ നമ്മളെന്ന് വെച്ചാൽ കമിതാക്കളാണല്ലോ. അതല്ല, എന്നാ പറ, ഇവിടെ എന്നൊക്കെ ഉണ്ട് ഇപ്പം? ഇവിടെ അരിയുണ്ട്, ആട്ടയുണ്ട്. ആണോ? ബജാജിന്റെ ആണോ ആപ്പയുടെ ആണോ? എന്നത്? ആട്ടോ ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ ഓടിക്കണ ഓട്ടോയല്ല, ആട്ടയില്ലേ, ഗോതമ്പിന്റെ ആട്ട ഉണ്ടെന്ന്. ആശീർവാദിന്റെ ആട്ട കിട്ടുമോ? ആശീർവാദിന്റെ ആട്ട തരാൻ ഞാൻ ആന്റണി പെരുമ്പാവൂരല്ല. എല്ലാത്തിനും തറുതലയാണല്ലോ ഇപ്പൊ. ഇങ്ങനെ തറുതല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ കഴിഞ്ഞാൽ അങ്ങോട്ട് മരിച്ചുകൊണ്ട് ചെയ്തില്ലേ? അമ്മ മരിച്ചുപോയി. എന്നിട്ട് പേര് വെട്ടിയായിരുന്നോ? ഇല്ല, തെക്കപ്പുറത്ത് മാവ് വെട്ടിയായിരുന്നു. എടോ, റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയെന്നാണ് ഞാൻ ചോദിച്ചത്. വെട്ടില്ല. എടോ, ആള് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഒരാൾ മരിച്ച 6 മാസത്തിനുള്ളിൽ പേര് വെട്ടി അത് ക്ലിയർ ചെയ്യണം. വെട്ടണം പറഞ്ഞാ പോരാ, വെട്ടണം. ആട്ടെ, ഈ അമ്മ ഇങ്ങനെ മരിച്ചെങ്ങനെയാണ്? ഡോക്ടർ പറഞ്ഞ അമ്മയ്ക്ക് ശരീരത്തിൽ H2O-യുടെയും അന്നജത്തിന്റെ കുറവ് കൊണ്ടാ മരിച്ചെന്നാ. സ്വന്തം നളനെ പട്ടിണി കിട്ടി കൊന്നിട്ട് അവൻ രാസനാമം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ എങ്ങനെ സാധിക്കും? നിനക്ക് വല്ല പണിക്ക് പോകാൻ പാടില്ലടാ. തന്നെ ഞാൻ തപ്പി നടക്കുമായിരുന്നു. താനല്ലേ സോഷ്യൽ മീഡിയ വന്നിട്ട് നിനക്കൊക്കെ വല്ല പണിക്കും പോക്കണമെന്ന് കമന്റ് സോഷ്യൽ മീഡിയയിലെ കമന്റും പിടിച്ചോണ്ടിരിക്കുക, എന്നാൽ ഇയാൾക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെ പണിക്ക് പോകാനാ? ഞാൻ ചെന്ന് കയറുന്ന സ്ഥാപനം മുടിഞ്ഞ് വെണ്ണീറാകുമെന്ന് നാട്ടിൽ മുഴുവൻ പറഞ്ഞു വരത്തേക്കുമല്ലേ. ആരാ ഈ കണ്ണി ചൊരയില്ലാത്ത വാർത്ത പറഞ്ഞു വരുത്തിയത്? ഞാൻ തന്നെ. പണിക്ക് പോകേണ്ടി വരത്തില്ലേ? എന്നാലും പണിക്ക് പോകാൻ പറ്റിയല്ല അല്ലേ? അങ്ങനെ പറയുന്നത്. ഞാൻ ക്ലേ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ക്ലേ മോഡലിംഗ് എന്ന് പറയുമ്പോ ചെളി കൊണ്ട് പ്രതിമ ഉണ്ടാക്കുന്ന പരിപാടി. ഇവിടെ വന്ന് ഇമാതിരി ചെളി അടിച്ചിട്ട് അത് വാരി ഈ പ്രതിമ ഉണ്ടാക്കും. സാധിക്കണ്ടാവേ സുഹൃത്തെ. ഇയാൾ എന്നെ കളിയാക്കാൻ സാധനം എടുക്കാനുള്ള പരിപാടി. സാധനം എടുക്കാം. ഒരു കാര്യം ചെയ്യും, കാർഡ് എടുക്കൂ. കാർഡ് എടുക്കാൻ ഞാൻ തത്തമ്മയാണോ? ഈ കൗണ്ടർ അടിച്ച നിന്റെ മണ്ണെണ്ണയുടെ പെർമിറ്റ് ഞാൻ കട്ട് ചെയ്യും. മറ്റേ കൗണ്ടർ അടിച്ചത് ഇപ്പൊ അരിയും കൂടെ പോയി. ഏത് കൗണ്ടർ? പറയുന്നില്ല, അതിന്റെ അരി കട്ട് ചെയ്യാനുള്ള പരിപാടി. എങ്ങനെ ഇതൊക്കെ മണ്ടത്തരം പറയാൻ സാധിക്കണം എനിക്ക് എന്നാന്നറിയോ? എന്റെ അമ്മ എന്നെ 12ാം മാസത്തെ പ്രസവിച്ചത്. അതിന്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അത്ഭുത മനുഷ്യനാണ് നിൽക്കുന്നത്. 12ാം മാസത്തില്. അയ്യോ, സാധാരണ മാസം തികയാതെ ജനിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മാസം ഓവറായിട്ട് ജനിച്ച ഒരാളെ ഗിന്നസ് റെക്കോർഡാണ് കേട്ടോ നിങ്ങള്. നിന്റെ വർത്താനം കേട്ട 12ാം മാസം ഡിസംബർ വേറെ ആരെയും പ്രസവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഡിസംബർ 12ാം മാസം ജനിച്ചെന്നാണോ? നീ ആരെ 12ാം പറഞ്ഞ നീ വിട്ടേരെ, അത് വിട്ടേരെ. വിട്ടേരി. വന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മേടിച്ചോണ്ട് പോകാൻ നോക്ക്. എനിക്ക് പോകാനേ സംഭവം കാർഡ് വരണം. അതിന്റെ കുഴപ്പമുണ്ട്. കാർഡില്ലാണ്ടാണ് റേഷൻ മേടിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അല്ലാതെ ഞാനും പെണ്ണും പിള്ളേരും ഉടക്കുണ്ടാക്കിയ ഡിവോഴ്സിന്റെ വക്കി നിൽക്കുക. അപ്പൊ 2 വീട്ടിലായി. ഇപ്പം അവളുടെ വീട്ടിൽ, ഞാൻ എന്റെ വീട്ടിൽ. എന്നിട്ട് റേഷൻ കാർഡ് ഒറ്റ റേഷൻ കാർഡാണ് അവളുടെ കയ്യിലായി പോയി. അപ്പൊ ഇവിടെ റേഷൻ കടയിലേക്ക് വരുന്നുണ്ട്. എനിക്കൊരു ഹിന്റ് കിട്ടി. അങ്ങനെ ഞാൻ വന്ന അവിടെ വരുമ്പോ എന്നാലും റേഷൻ കടക്കാരന് സ്വസ്ഥ വരിക. മധുവേട്ടാ, മധുവേട്ടാ. ഹായ് ബിന്ദു. എങ്ങടാ കൊച്ചു പിള്ളേർക്ക് ഐസ്ക്രീം കിട്ടിയ സന്തോഷം അവന്. ഹായ് ബിന്ദു. ബിന്ദു 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 എന്തടാ നിനക്ക്? ഞാൻ പറഞ്ഞു ബിന്ദു, ഞാൻ ഒരു കാര്യം പറയും. ബിന്ദു ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഈ സാരി കൊടുത്തായിരുന്നേ. മിനിങ്ങാന്ന് അക്ഷയ വന്നപ്പോ സെയിം സാരി കൊടുത്തായിരുന്നു. ഇത് മാറിക്കൂടെ? ബിന്ദുവിന്റെ ഫോളോവർ ആണല്ലേടാ നീ. ഞാനൊരു കാര്യം പറയാം. പഞ്ചാര ഉണ്ടോ മധുവേട്ടാ? പഞ്ചാര തീർന്നു ബിന്ദു. ആര് പറഞ്ഞു? നിന്റെ കിരീക്കട ഒഴുകുവാണല്ലോ. നിങ്ങളിപ്പോ എന്നതാ പുച്ഛിച്ചേ? നിന്നെ കെട്ടി അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. അയ്യോ, ഞാൻ വിചാരിച്ചുള്ളൂ ഈ ഡയലോഗ് എന്താ പറയാത്തേന്ന്. ലോകത്തുള്ള സകല കോന്തം ഭർത്താക്കന്മാരും പറഞ്ഞ ഒരൊറ്റ വാക്കാണ്, നിന്നെ കെട്ടി അന്ന് തൊട്ട് എന്റെ ജീവിതം നശിച്ചു. ഇതിനു മുമ്പ് നിങ്ങൾ അംബാനി ആയിരുന്നല്ലോ. ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ കേൾക്കണം, ഞാൻ ബ്രില്യന്റ് ആയിരുന്നു. ബ്രില്യന്റ്. അയ്യോ, നിങ്ങൾ കേൾക്കണം. ബ്ലഡ് ഗ്രൂപ്പിലല്ലാതെ ഒരു A+ ഈ മനുഷ്യന് കിട്ടിയിട്ട് ഞാൻ അറിയില്ല. അപ്പോഴെങ്കിലും ഞാൻ പോസിറ്റീവ് ആണ്. നീ അപ്പോഴും നെഗറ്റീവ് അല്ലേ? എങ്ങനെ നെഗറ്റീവ് ആണ്ടിരിക്കും? എങ്ങനെ നെഗറ്റീവ് ആണ്ടിരിക്കും? നിങ്ങളുടെ കൂടെ ഞാൻ അടിമയായിട്ടല്ലേ ജീവിച്ചത്? അടിമയായിട്ടല്ലേ? മധുവേട്ടൻ കേൾക്കണം. മധുവേട്ടൻ കേൾക്കാൻ നിൽക്കുവാണല്ലോ. എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും എന്നെ ഫ്രീ ആയിട്ടാണ് വളർത്തിയത്, അറിയോ? പിന്നെ ബാക്കിയുള്ള തന്തേന്നൊക്കെ പിള്ളേരെ പേയ്മെന്റ് കൊടുത്തല്ലേ വളർത്തുന്നത്? പേയ്മെന്റിന്റെ കാര്യമല്ല പറഞ്ഞത്, ഫ്രീ ബേർഡ് ആയിട്ടാണ് വളർത്തിയത്. ഞാനും ഫ്രീ മെയ്ഡ് ആയിട്ടാണ് വളർന്നത്. അതുള്ളതാട്ടാ. ഈ ബേർഡ് പറന്നു എന്നിരിക്കാത്ത ഒരൊറ്റ മരച്ചില്ല ഞങ്ങളുടെ പഞ്ചായത്തിലില്ല. പറന്ന് മടക്കുമ്പോ ഇരിക്കുന്നതല്ലേ? എങ്ങനെ? നീ കൂടുതൽ ഡയലോഗ് അടിക്കണം. ചരിത്രം എനിക്കറിയാം. എന്താണ് എന്റെ ചരിത്രത്തിനോട്? അത് നീ കേൾക്കണം. വീട് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ 5 കിലോ റേഷൻ അരി കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് വീടിന്റെ വാർക്ക പൊളിച്ച് മാറ്റി ഷീറ്റ് ഇട്ടവളാണ് ഇവളുടെ തള്ള. എന്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നതിന് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർവീസ് എടുക്കുമ്പോ മരിച്ച ഒരാളുടെ മോളാണ് ഞാൻ, കേട്ടാ? ആ പറഞ്ഞ കാര്യം ഉള്ളത് കേട്ടോ. ഇവരുടെ വീട്ടിൽ ബാത്റൂം ഇല്ല. ഇവിടെ അച്ഛൻ രാവിലെ വെളിക്കിരിക്കാൻ ചെന്നിരുന്ന പൊട്ടിക്കിടന്ന സർവീസുകാരന്റെ പുറത്ത് അതാണ് സർവീസ് ഉള്ളതാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് കിട്ടണ വരെയുള്ളൂ നിങ്ങളുടെ അഹങ്കാരം, കേട്ടോ? ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ.
നിങ്ങൾ ഈ ഡിവോഴ്സ് ചെയ്യാനുള്ള പ്രശ്നം എന്താ നിങ്ങളുടെ മാറങ്ങോട്ട് അത് ലൈഫിൽ? ചോദിക്കും ഈ നിൽക്കുന്ന കാലമാടനുണ്ടല്ലോ ഡെയിലി സ്റ്റാറ്റസ് ഇടും. സ്റ്റാറ്റസ് ഇടാനാണോ ഡിവോഴ്സ് ചെയ്യണത്? അവളോട് ചോദിക്കുന്നത് അത് അങ്ങനെയുള്ള സ്റ്റാറ്റസ് ഒന്നല്ല. പിന്നെ? ഈ മനുഷ്യൻ വീട്ടിലോട്ട് വന്ന ഉടനെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും ഭാര്യയോടൊപ്പം. നല്ല ക്യാപ്ഷൻ ആണല്ലോ. പിറ്റേ ദിവസം അതേപോലെ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ മക്കളെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തിട്ട് വരും വീടാണ് സ്വർഗം. അതാണ് സ്നേഹം. അത് സ്നേഹം കൊണ്ടല്ല, ഇങ്ങനെ കാമുവിക്ക് സിഗ്നൽ കൊടുക്കാണ്, വീട്ടിലാണ് വിളിക്കരുത്. ശരി, ഈ ബുദ്ധി എനിക്ക് നേരം തോന്നിയില്ലല്ലോ. അല്ല മധുവായിട്ടൊരു കാര്യം അറിയോ? ബിന്ദു പറ ബിന്ദു. അവൻ എന്നാ ഫീലിംഗാ? ബിന്ദുവിൽ എന്തെങ്കിലും ഫീലിംഗ് കൊണ്ട് എനിക്ക് ഫീൽ ചെയ്യും. ഈ മനുഷ്യൻ ചില ദിവസം രാത്രി ഞാൻ നോക്കുമ്പോ എന്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടാവില്ല മധുവേട്ടാ. എവിടെ പോണ എഴുന്നേറ്റ് രാത്രി? എവിടെ പോണം ഞാൻ ചോദിച്ചപ്പോ ഈ കാലമാണ് എന്റെ അടുത്ത് പറയാ ATM കൗണ്ടർ പോയതാണ്. ATM പോണേ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, പൈസ എടുക്കാൻ വേണ്ടി ATM. സ്വന്തമായിട്ട് അക്കൗണ്ട് ഇല്ലാത്ത ഈ കാലം എവിടെന്ന ATM അത് പറ. എന്നാ ബിന്ദു നീ അറിഞ്ഞോ, ഞാൻ നീ അറിയാതെ ഒരു അക്കൗണ്ട് തുടങ്ങി. ആ അക്കൗണ്ട് എനിക്ക് അറിയാലോ. ആ അക്കൗണ്ട് തുടങ്ങിയ ബാങ്കിന്റെ പേരാണ് ബിന്ദു. ബിന്ദു എന്ന് പറഞ്ഞ ബാങ്ക് ഉണ്ടോ? എന്റെ വീടിന്റെ 4 വീട് അപ്പുറത്ത് ഓടിട്ടൊരു വീട് കണ്ടിട്ടുണ്ടോ? അതാണ് ഇങ്ങനെ ബാങ്ക് ബിന്ദു. അത് ശരി. അപ്പൊ ബിന്ദു എന്ന് പറഞ്ഞ ഉണ്ടല്ലേ? ബിന്ദു അങ്ങനെ കാമുകിയുടെ പേര്. എന്റെ പേര് ബിന്ദു. അപ്പൊ ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് ആടുന്ന പെൻഡിലാണോ അങ്ങായിട്ട് മുണ്ടഴിച്ചിട്ട് നിൽക്കുന്നത്? നമ്മുടെ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യമാരെ സ്നേഹം കിട്ടില്ലെങ്കിൽ ഭർത്താക്കന്മാര് വഴി പഠിച്ച് പോകും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലേ? സ്നേഹിച്ചിട്ടില്ലെന്ന് മധു നീ കേൾക്കണം. പ്രേമിച്ച് നടന്ന സമയത്ത് ഇവൾ എന്നും എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. എവിടെയാണ് കുട്ട, എപ്പോൾ വിളിക്കും കുട്ട. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു. കൊണ്ട് കുട്ടാന്നല്ല, വരുമ്പോ 4 മുട്ട കൊണ്ടുവരുന്നു. എങ്ങനെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പെരുമാറും? എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്നോട് റൊമാൻസോടെ പെരുമാറുണ്ടോ? ബിന്ദു ഇവള് പറയണ ശരിയല്ല കേട്ടോ. ഞായറാഴ്ച ദിവസം 5 മിനിറ്റ് റൊമാൻസിന് വേണ്ടി വെക്ക് ഞാൻ കൊടുത്തു. 5 മിനിറ്റ് കൊണ്ട് റൊമാൻസോ? ഇതിനുള്ള വല്ല മാഗി ഉണ്ടാക്കുവാണോ? റൊമാൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾ ആ സിനിമ ഒന്ന് കാണണം. ആ കുഞ്ചാക്കോബം, ആ ദുൽഖർ സൽമാൻ എന്തൊരു റൊമാൻസ് ആയിട്ടാണ് പെരുമാറുന്നത്. എടി ചോദിക്കുന്ന കാശ് നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടി, അതിന്റെ അപ്പുറത്ത് റൊമാൻസ്. അത് ശരി. അപ്പൊ ഞാൻ കാശില്ലാത്തവള്, എന്നെ കാണാൻ കൊള്ളാത്തവളല്ലേ? നിങ്ങളോട് കല്യാണത്തിന് മുമ്പ് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? നിങ്ങൾ എന്നെ ബൈക്കിൽ കൊണ്ടുവന്നു, മലേഷ്യക്ക് ടൂർ കൊണ്ടുവന്നു, സിനിമ കൊണ്ടുവന്നു. നിങ്ങൾ എവിടെങ്കിലും എന്നെ കൊണ്ടുപോയാ? നിങ്ങൾ എത്രയെങ്കിലും എനിക്ക് റൊമാൻസ് എന്താ പറ? എന്റെ മധു നീ പറ, ഈ വയലൻസിന്റെ ഇടയ്ക്ക് എവിടെ കൊണ്ട് ഞാൻ റൊമാൻസ് കയറ്റും? കടുപ്പാണ് കേട്ടോ. വയലൻസ് കടുപ്പാണ് കേട്ടോ. നിങ്ങളെ കല്യാണം കഴിച്ചാണ് എന്റെ ജീവിതത്തെ പറ്റി. എനിക്ക് ഏറ്റവും വലിയ തെറ്റി. ഞാൻ യേശുദാസ് ഒറ്റ ഒരാൾ കാണണം ഞാൻ ഇപ്പൊ അറിയോ? ദാസേട്ടനാണ് നിങ്ങളുടെ കല്യാണം നടത്തിയത്? ആടാ പുള്ളി ബ്രോക്കറാണ്, 3% കമ്മീഷൻ കൊടുത്തു. ഉള്ളതാണോ വെളിവില്ലാത്തവൻ? അതാണോ പറഞ്ഞത്? പുള്ളി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പൂമുഖവാദികൾ സ്നേഹം നടത്തുന്ന പൂന്തിങ്ങളാകുന്ന ഭാര്യ. നല്ല പാട്ട്. ആ പാട്ട് കേട്ട് കല്യാണം കഴിച്ചവരാണ് കേരളത്തിലെ 90% പുരുഷന്മാർ. അപ്പൊ ബാക്കി 10% പുരുഷന്മാർ അവർ ആ പാട്ടും കേട്ടിട്ടില്ല, പെണ്ണും കേട്ടിട്ടില്ല, ഭാഗ്യവാന്മാർ. എനിക്ക് ഡിവോഴ്സ് കിട്ടണം. എനിക്കും കിട്ടണം. ഞാനാണ് ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് ആദ്യം അവസാനമൊന്നുമില്ല, എനിക്കും കിട്ടണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കുടുംബ കോടതിയല്ല, റേഷൻ കടയാണ്. റേഷൻ വേണമെങ്കിൽ അത് പറ. എനിക്ക് അരി മണ്ണെണ്ണ കേട്ടാ, എനിക്ക് നേരത്തെ പോണ്ടതാ, അല്ലാതെ വീടും കൂടി ഇല്ലാത്ത പോലെയല്ല. ഒരു ആന്തോളനം ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ബിന്ദു എന്താ പറഞ്ഞ? ആന്തോളൻ എന്ന് പറയുമ്പോ ഞാൻ ഉദ്ദേശിച്ച ദോളനാണോ? ഈ സഹായത്തിനൊന്നും ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കില്ലേ? ആൺതുണ അതാണോ ആന്തോളൻ? അങ്ങനെ ജീവിക്കണ ഒരു പെണ്ണിന്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അല്ല ബിന്ദു എവിടെ താമസിക്കുന്ന? എവിടെയാ? നമ്മളെ ഇങ്ങോട്ട് വരുമ്പോ ഒരു വളവില്ലേ, അവിടെ ഒരു പരീക്ഷ ഹാളില്ലേ? അവിടെ വളവിൽ എവിടെയാണ് പരീക്ഷ ഹാള്? ആ പള്ളിയുടെ അപ്പുറത്ത് ഒരു പരീക്ഷ ഹാളില്ലേ വലിയ? പരീക്ഷ ഹാളാണോ ഉദ്ദേശിച്ചത്? പരീക്ഷാ ഭവനുമായിട്ട് വന്നത് അവിടെയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അവിടെ അടുത്ത് വീടുകളൊന്നുമില്ലേ? ഒറ്റ മനുഷ്യ ജീവി ആ ഭാഗത്തില്ല. വീട്ടില് പട്ടിയുണ്ടോ? ഇല്ലെന്നേ. അപ്പൊ റേഷനല്ല കരിഞ്ചന്തയാണ് നിന്റെ ലക്ഷ്യം. എനിക്ക് അരി തരുന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോണ്ടാ. അരി വേണമെങ്കിൽ ആദ്യം ഇതിനകത്ത് നമ്മള് മറ്റേ വിരലേക്കണല്ലേ? എന്താണ് ബിന്ദു ഒന്നോടെ ശരിക്കും വെള്ളുപോയി? അത് അങ്ങോട്ട് അമർന്ന് അങ്ങനെയല്ല. പെട്ടെന്ന് ഇങ്ങനെ അന്യപുരുഷന്റെ സ്പർശനേറ്റ കുലസ്ത്രീ വൈബ്, കുലസ്ത്രീ വൈബ്. ഒന്നോടെ വെച്ച് ഒന്നുമില്ല. കൺഗ്രാജുലേഷൻ. ഇതിനൊക്കെ അറിയാൻ പറ്റുവാ? ആരടി ഇതിന്റെ ഉത്തരവാദി? ഗർഭിണിയാന്നല്ല അവൻ പറഞ്ഞു. ഒന്നും പറയണ്ട, കൺഗ്രാജുലേഷൻ പറഞ്ഞ് ഷെയ്ക്കാൻ്റെ കൊടുത്ത ഉറപ്പ് ഗർഭിണിയാ. എനിക്ക് അനുഭവം. എന്റെ പൊന്നളവ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇതിൽ ഞെക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇത്ര നാൾ BPL അല്ലായിരുന്നോ? ഇപ്പൊ നിങ്ങൾ APL ആയിട്ട് മാറിയിരിക്കുകയാണ്. അയ്യോ, അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാണ്? ബിന്ദുവിന് അറിയാവോ, നമ്മുടെ ഇവിടെ ജുവലറി നടത്തുന്ന ജോയി എന്ന് പറഞ്ഞ പുള്ളിയില്ലേ, പുള്ളിയൊക്കെ APL ആണ്. നിങ്ങളിപ്പോ പുള്ളിയുടെ സെയിം കാറ്റഗറിയിലായിരിക്കാണ്. സന്തോഷിക്കൂ.
നാളെ രാവിലെ പോയിട്ട് ആ മനുഷ്യന്റെ മുഖത്തോട്ട് 4 തെറി വിളിക്കണേ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു 1 ഗ്രാമിന്റെ ഒരു മോതിരം കടം തരുമെന്ന് വെച്ചപ്പോ പട്ടി നാട്ടുന്ന പോലെ നാട്ടിയതാണ് ആ മനുഷ്യൻ. എനിക്ക് പോയിട്ട് പറയാടാ ജോയി, ഞാൻ നീയൊക്കെ പോരെ ലെവലാണ്. ഇനി വെളിവില്ലാത്തവളെ രേഖയിൽ മാത്രമേ APL ആയിട്ടുള്ളൂ. ഇപ്പോഴും പഴയ ദാരിദ്ര്യവാസികൾ തന്നെ. ആണോ? എന്നെ വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ APL ആയി. ഈ മാനദണ്ഡം എന്നാ മാനദണ്ഡം വെച്ചിട്ട്? ഈ APL ആണ് സർക്കാർ പറഞ്ഞ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കാറുണ്ടോ? കാർ ഒരു ചെറുതുണ്ടോ? കാറുണ്ട്. അപ്പൊ പിന്നെ സർക്കാർ പറഞ്ഞ മാനദണ്ഡം അത് അമ്പലത്തിൽ നിന്ന് മരിക്കുന്ന കീ കൊടുക്കുന്ന കാറാ. മതി. 4 വീലാണോ? സർക്കാരിന് അത് മതി. പിന്നെ ഗൾഫിൽ ആരെങ്കിലും ഉണ്ടോ? ഗൾഫിൽ ഒരുപാട് പേരുണ്ടല്ലോ. മതി. ഞങ്ങളുമായിട്ട് ബന്ധമുള്ളവരല്ലെന്ന്. വേണ്ട. ഗൾഫിൽ ആളുണ്ടോ? പിന്നെ ഗൾഫിൽ ആള്. സർക്കാരിന് അത് മതി. APL ആവാൻ സർക്കാരിന് അത് മതി. ഞങ്ങൾ അരിയും മണ്ണെണ്ണൊക്കെ എങ്ങനെ മേടിക്കും? അരിയും മണ്ണെണ്ണയൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ പൈസ തന്നെ, എന്നാലേ APL സംഭവം കിട്ടുള്ളൂ. പൈസ തരുന്ന മേടിക്കേണ്ട അരിയാണെങ്കിൽ എനിക്ക് ആദ്യം അരി ഒന്ന് കാണിക്കും. അരിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനിപ്പോ എന്നാ അരി ഈ സാധനത്തിന് ഇത്രയും വികാരം ഉണ്ടെന്ന് ഞാൻ നിന്റെ അരിമണത്തിലാകട്ടെ, ഇത് വിഷയാകും. ബിന്ദു എഴുന്നേക്ക്. ബിന്ദു മധുവേട്ടാ, എനിക്ക് എന്താ മധുവേട്ടാ? എനിക്ക് എന്താ മധുവേട്ടാ? എനിക്ക് എന്താ മധുവേട്ടാ? എന്താ ബിന്ദുവിന് ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒരുമാതിരി പോക്കർത്തരം പറയുന്നു. നിങ്ങളല്ല പറഞ്ഞ അരി ആട്ടൊക്കെ ഉണ്ടെന്ന്. മണിച്ചിത്രത്താഴ് സിനിമ കാണാതെ അരി മേടിക്കാൻ വന്നേക്കുവാ. അയ്യോ, ആ സിനിമ കണ്ടില്ല, അത് ശരിയല്ലേ? ഇവരെങ്ങോട്ടാ പറഞ്ഞു കയറി പോണത്? എന്താന്നാണ്? എന്റെ പൊന്നു ബിന്ദു, നിനക്ക് ശാരീരികമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. നിനക്ക് ഇവിടെ വേണ്ട സാധനം ഇവിടെ ഉണ്ട്. എന്നാ പിന്നെ അരി എങ്ങോട്ട് എടുക്ക്? അരി എടുക്കാം. പൈസ എടുക്കാം ആദ്യം. പൈസ ഇല്ല. ഇല്ലാണ്ട് APL അരി കിട്ടില്ല. പൈസ വേണം അരി കിട്ടണമെന്നുണ്ടെങ്കിൽ. പൈസ എന്താ? അരി എനിക്കിതാ. അതെ, ഇവിടെ പൈസ ഉണ്ട്. അപ്പൊ ഇവിടെ അരി കിട്ടും. ഓക്കെ, പിടിച്ചോ. കൊണ്ടുവരൂ. പിടിച്ചേ. പൈസ ഇല്ലാത്ത ഒരു തക്കര അരി മേടിക്കാം. 5 കിലോ അരി. ഓക്കെ. ഒന്ന് വിളിക്കായിരുന്നില്ലേ? ആരുമില്ലെന്ന് പറഞ്ഞതല്ലേ? ഞാൻ ആരാ? വണ്ടി. അതെ കറുത്തുമ്പി. അല്ല ബിന്ദു, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? വേഗം ചോദിച്ചോളൂ. പോരുന്നു എന്റെ കൂടെ. എങ്ങോട്ട്? സപ്ലൈകോയിലേക്ക്. ഈ കാറില്ലാതെ ചെന്നാലേ അവിടുന്ന് ഒരു കുന്തം കിട്ടത്തില്ല. അതല്ലേ, ഞാൻ ഒറ്റക്കല്ല, പിന്നെ നമ്മൾ ഒരുമിച്ച്. സംഭവം APL ആയാലെന്താ? കുടുംബം ഒന്നിച്ചില്ലേ? നല്ല റേഷൻ കട, നല്ല സ്കിറ്റ്, നല്ല കൈഡി. ചേട്ടാ, സൂര്യ നിങ്ങളുടെ കൂടെ ആദ്യമായിട്ടല്ലേ ഇവിടെ? അല്ലല്ല, ആദ്യം ഉണ്ടായിരുന്നു. ഇടക്ക് നമ്മളെയൊക്കെ. അതെ അതെ അതെ. അല്ല, നിങ്ങളുടെ 3 പേരുടെയും നിങ്ങൾ 2 പേരുടെയും കളിക്ക് ഒത്തു നിൽക്കണമല്ല, അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാ സൂര്യ. കാരണം നിങ്ങളുടെ ആ എനർജി 3 പേരുടെയും ആദ്യം തുടങ്ങി അവസാനം വരെ ആ എനർജി കീപ്പ് ചെയ്തിരുന്നു. ഒരുപാട് തമാശകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്താണ് മറ്റേ ഈ വാട്സാപ്പിൽ മറ്റേ സ്റ്റാറ്റസ് ഇടൂലേ, അതൊക്കെ ഒരു പുതിയ ഐഡിയ ഉണ്ട്. അത് കൊള്ളാം. അത് കൊള്ളാം. അത് ജീവിതത്തിൽ നിന്ന് എവിടുന്ന് ഉണർത്തിയെടുത്തതല്ലേ പോൾസ? അയ്യോ, ഞാൻ എന്തായാലും വളരെ ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് വരെ നല്ല തമാശകൾ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് എനിക്ക് വലിയൊരു എന്താണ് പറയണത്, ഒരു മെസ്സേജാണ് എങ്കിലും തമാശയിൽ നിന്നില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു. പക്ഷെ കോമഡി അടിച്ച് നിർത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഗംഭീരമായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. ബാസി, പോൾസൺ, സൂര്യ, നല്ല സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ചിരിക്കാനുള്ളത് ഉണ്ടായിരുന്നു. കാര്യം പോൾസൺ ആദ്യം തുടങ്ങി കഴിഞ്ഞ് ബാസി വന്നു. ബാസി ആദ്യം വന്നിട്ട് ഒരു ഇച്ചിരി ഡൗൺ. ഞാനത് ബാസി എന്താണ് ഇച്ചിരി ഡൗൺ നിന്നിട്ടാണല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു എനർജി അങ്ങോട്ട് കയറിയിട്ട് പിന്നെ 2 പേരുടെ നിന്നൊരു പൊരിയായിരുന്നു. അങ്ങോട്ടായിരുന്നു സൂര്യ വന്നോട്ട് കയറി. സൂര്യ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്ന് പറഞ്ഞാൽ പൊളിയായിരുന്നു. കാര്യം ഇവർ 2 പേരോടൊപ്പം നിന്ന് ഗംഭീരമായിട്ട് ചെയ്തു. കുറേ തമാശകളുണ്ടായിരുന്നു. എനിക്കത് പേഴ്സണലി ഞാൻ ഓർത്തോർത്ത് ചിരിച്ചൊരു തമാശയാണ്. ഗൾഫിൽ ആരെങ്കിലും ഉണ്ടോ? ഗൾഫിൽ ഒരുപാട് പേരുണ്ടല്ലോ. ക്ലാസ് സാധനങ്ങളായിരുന്നു. അങ്ങനത്തെ കുറേ തമാശകളുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ BPL നിന്ന് APL ആവുന്ന കാര്യങ്ങളും കുലസ്ത്രീ വൈബ്, അത് ഉഗ്രനായിരുന്നു. എന്തായാലും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ബാസിക്ക് ഒരു പ്രത്യേക കയ്യടിയുണ്ട്. അത് മിക്കവരും അത് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആ സിനിമ കാണുമ്പോഴേ അറിയാവുള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന വൂഡു മാന്ത്രിക ഒരു പാരമ്പര്യത്തിന്റെ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സാധാരണ ശബ്ദം വരെ നാം മനസ്സിലാകണം. അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് ഒരാളെ കിട്ടി. അദ്ദേഹത്തെ ഞാൻ വിളിക്കാം മിസ്റ്റർ ഭാസി.
ഭാഷയാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. മലയാളത്തിന്റെ സ്വന്തം നമ്മുടെ ലാലേട്ടൻ, ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ നമ്മുടെ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ ഒപ്പമുള്ളൊരു ക്യാരക്ടറിന് ശബ്ദം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഭാസിയാണ്. ഒരു വലിയ കയ്യടി ഭാസിക്ക് കൊടുക്കണം. കാരണം ഒരുപാട് പേരെ അവർ ട്രൈ ചെയ്തു, ഒരുപാട് വോയിസുകൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവസാനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വോയിസ് വേണം എന്നുള്ള രീതിയിൽ ലാലേട്ടനും അതുപോലെ രാജകുമാർ സാർ അവരെല്ലാവരും കൂടെ തീരുമാനിച്ചെടുത്ത ഒരേ ഒരു പേര് ബാസിയുടെ പേരാണ്. കൺഗ്രാജുലേഷൻസ് ബാസി. എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ സിനിമയ്ക്കും, ലാലേട്ടൻ്റെ ബാറോസ് എന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും, എല്ലാ പ്രാർത്ഥനകളും. അടിപൊളി. പിന്നെ സ്കിറ്റും, ഇന്നത്തെ ഈ സ്കിറ്റും ഗംഭീര എനർജി ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, ഈ ഒരു സംഭവത്തിനെ ചുറ്റിപ്പറ്റിയാണോ കഴിഞ്ഞ കുറച്ച് 2-3 എപ്പിസോഡായിട്ട് നിങ്ങളെ കാണുന്നില്ലായിരുന്നു? ബാസി പോൾസനും അല്ല, ഇതല്ല, ഇതല്ലേ വേറെ പടം ചെയ്തോണ്ടിരിക്കും, സിനിമ ചെയ്തോണ്ടിരിക്കുകയാണ്. അതേതാ പടം? അത് അഭിനയിക്കുന്ന സിനിമ ടൈറ്റിലൊന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് വരാനായിട്ട് താമസിച്ചത്. അപ്പം ഇതും പെട്ടെന്ന് ഒരുപാട് സമയം എടുത്ത് എഴുതി ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റ് അല്ലേ ഇത്? ഇത് പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണല്ലേ? അതിൻ്റെയാണ് ഒരു ചെറിയ പമ്മല ഇൻട്രോയിൽ കണ്ടത്. പെട്ടെന്ന് ഇത് എഴുതി പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പം ചിലതൊക്കെ കയ്യിൽ നിന്നൊക്കെ വിട്ട് ഡൗൺ ആയിപ്പോയി. ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെ അതൊന്നും ബാധിച്ചില്ല കേട്ടോ, നമുക്കറിയാവുന്നത് കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ സൂര്യ, എന്തൊക്കെയുണ്ട് സൂര്യ വിശേഷങ്ങൾ? ഒത്തിരി നാൾ കൂടി വരുന്നതാണല്ലോ ഇവിടെ. വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. വീട്ടില് ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ്, 2 മക്കള്. ഹസ്ബൻഡിന്റെ പേര്? ഹസ്ബൻഡിന്റെ പേര് സജു ചന്ദ്രൻ. സജു ചന്ദ്രൻ. എന്താ ചെയ്യുന്നത് സജു? ആള് മേളക്കാരനാണ്, KSRTC കണ്ടക്ടറാണ്. അടിപൊളി. അക്കാദമി മെമ്പറാ, സംഗീത അക്കാദമി മെമ്പർ. ഓ, വെരി ഗുഡ്. മക്കളോ ഒരാൾ LLB 3rd year, ഒരാള് +1. അടിപൊളി. പേര്? മോള് കല്യാണി മിശ്ര, ജാനകി മിശ്ര. അല്ല, സൂര്യ വേറെ എന്തെങ്കിലും പരിപാടികളിൽ എന്തെങ്കിലും? ഞാൻ ഡാൻസ് ആണ്, ക്ലാസിക്കൽ ഡാൻസ്. സീരിയലിൽ നിറഞ്ഞു നിൽക്കിയല്ലേ? സീരിയല്, ഡാൻസ്, സീരിയൽ, നാടകം ഇല്ല. ഹസ്ബൻഡിന് ട്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിന് നാടകം ഇല്ല, ചെയ്യുന്നില്ല. ഇല്ല. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ, നല്ലൊരു സംഭവമായിരുന്നു. നിങ്ങൾ അത്യാവശ്യം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ടോട്ടലി മൊത്തത്തിൽ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഈ റേഷൻ കടയുടെ മാർക്സ് ബിജുക്കുട്ടി ചേട്ടാ എത്ര? ഞാനൊരു 15,000 രൂപ കൊടുത്തു. ഓ, അത് കലക്കി. 15,000 രൂപ. നസീർക്ക, ഞാൻ അത്ര കൊടുക്കുകയില്ല, ഞാൻ 10,000 രൂപ തരൂ. ഇത് പെട്ടെന്ന് എഴുതി, അതുകൊണ്ട് 10. അപ്പൊ ടോട്ടൽ 25,000 രൂപ ഷാജോൻ ചേട്ടാ. സൂര്യ ലേറ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാത്തതിന്റെ ഒക്കെ ഒരു അമർഷം എനിക്കുണ്ട്. എങ്കിലും ഞാൻ ആ അമർഷം മനസ്സിൽ വെക്കാതെ ടോട്ടൽ എമൗണ്ട് അടിപൊളി. ഒരുപാട് ഇതേപോലെ കാര്യം എനിക്കൊന്ന് ആദ്യത്തെ എപ്പിസോഡിൽ വന്നിട്ട് ഇത് 120 എപ്പിസോഡായി. എപ്പോഴാ വരുന്നത്? ഇനി 200 ഉള്ളോ അതോ ഇടയ്ക്ക് വരണം? ഓക്കെ, അടുത്ത പ്രാവശ്യം. ഓക്കെ വാസിയേട്ടാ, അപ്പൊ ഓക്കെ. ഗൈസ്, യെസ്, സമയം കഴിഞ്ഞു. 1 മണിക്കൂറൊക്കെ 10 മിനിറ്റിന്റെ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഒരുപാട് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? അപ്പം നന്നായിട്ട് പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പെരുമ്പാവൂർ സ്നേഹാലയത്തിലെ അച്ഛനും പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു നല്ല കൈഡ് നമ്മുടെ ഭാഗത്തുനിന്ന്. ആദ്യം വന്ന് നമ്മളെ ഇഷ്ടപ്പെട്ട് പിന്നെയും ഒന്നുകൂടെ വന്ന അച്ഛന് ഒരു നല്ല കൈഡിയും കൂടെ. ഓക്കെ, ഇങ്ങനെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരുമായിട്ട് വരണം. നമുക്ക് ഒരുപാട് ചിരിക്കാം. ഇന്നത്തെ തൽക്കാലം കഴിഞ്ഞു. നമുക്ക് ഉഗ്രൻ സ്കിറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.